ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ് പാക്കിൻ്റെ റെമഡി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോളമാവ് അത് ഞാനൊരു 3 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ മാവാണ്, ഗോതമ്പ് പൊടി. അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നില്ല ആ ഒരു പൊടി കേട്ടോ. അത് 2 ടീസ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവറും ചോളപ്പൊടിയും, അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മുടെ ഗോതമ്പിൻ്റെ മാവും ഇതിനകത്തേക്ക് ചേർത്ത് പിന്നീട് ചേർത്തിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. റോസ്റ്റഡ് മഞ്ഞളാണ്. അപ്പോൾ റോസ്റ്റഡ് മഞ്ഞളുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ നോർമൽ മഞ്ഞൾ ചേർക്കാം. പിന്നീട് ഇത് മിക്സ് ആക്കാനായിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. ഇനി ഒരു പക്ഷേ ഓറഞ്ച് ജ്യൂസ് ചേരാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ജ്യൂസ് എടുക്കാം. ജ്യൂസായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അരച്ചിട്ടുള്ള ആ ഒരു ഫൈൻ പേസ്റ്റ് ഇല്ലേ, അതായാലും കുഴപ്പമില്ല കേട്ടോ. അതൊരു 1-2 ടീസ്പൂൺ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരും. അപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഹാഫ് ഓറഞ്ചിൻ്റെ പോർഷന് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലവണ്ണം സ്ക്യൂസ് ചെയ്തിട്ട് ആ കംപ്ലീറ്റ് ജ്യൂസ് അങ്ങ് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ റോസ്റ്റ് ടോണർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ടോണർ മാത്രമല്ല, നമുക്ക് ഇതിനകത്തേക്ക് പാല്, തൈര്, അത് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു റോസ്റ്റ് ടോണറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നേരെ കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആദ്യം നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാം. എന്നതിന് ശേഷം ഇപ്പോൾ എന്തായാലും ഒരു തണുപ്പ് സമയമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആയ പോലെ ഉണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫീലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്തേക്ക് ഗോൾഡൻ ക്യാരറ്റ് ഓയിലാണ് ചേർത്തെടുക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഓയിൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൽമണ്ട് ഓയിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഡ്രോപ്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ഓയിൽ സ്കിൻ ടൈപ്പുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡ്രൈ സ്കിൻ ആയ കാരണം ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഡേ ടൈമിൽ നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് വരാവുന്നതാണ്. അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 13 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കിത് റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിത് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണയായിട്ട് ചെയ്തു വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കഴുകി കഴിഞ്ഞ് വരുമല്ലോ, വന്നു കഴിഞ്ഞ് നമ്മുടെ ഫേസും നന്നായിട്ടും തുടച്ചതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ടോണർ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, അതും അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആലുവേര ജെല്ല്. ഓക്കെ, സ്റ്റോർ ബോട്ടിലായാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടായിട്ടുള്ള ആലുവേര ആണെങ്കിൽ നല്ലവണ്ണം കഴുകി അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. എന്നിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഈ ഒരു 3 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നീട് പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.